ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് തമിഴ് പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് തമിഴ് പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ തമിഴ് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ശീലം സൂത്രത്തോടെ സ്പോക്കൺ തമിഴ്. സൂത്രത്തിന്റെ പേരെന്താണ്? ശീലം. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകൾ കാണുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മുൻപ് പതിവായി ചെയ്ത ജോലികളെ പറ്റി എങ്ങനെ പറയാം? മുൻപ് പതിവായി ചെയ്ത ജോലികളെ പറ്റി എങ്ങനെയാണ് പറയുന്നത്? ഓരോ വ്യക്തിക്കും ചില ജോലികൾ പതിവായിരിക്കും. ഇപ്പോൾ ആ ജോലികൾ പതിവില്ലാത്തതായതിനാൽ അവർ ചെയ്ത ജോലികളെ പറ്റി തമിഴിൽ എങ്ങനെ പറയും എന്നത് ഇപ്പോൾ നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ശീലം സൂത്രം. എന്ത് സൂത്രം? ശീലം സൂത്രം. വാക്യത്തിൽ ശീലം എന്ന് വരുമ്പോൾ അത് തന്നെ പോകുന്നത് ശീലം, വായിക്കുന്നത് ശീലം, പഠിക്കുന്നത് ശീലം, പാടുന്നത് ശീലം, സംസാരിക്കുന്നത് ശീലം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ വഴക്കം എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴിൽ ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 5 വാചകങ്ങൾ. അവ ഏവാ? ഞാൻ പോകുന്നത് ശീലം, ഞാൻ വായിക്കുന്നത് ശീലം, ഞാൻ പഠിക്കുന്നത് ശീലം, ഞാൻ പാടുന്നത് ശീലം, ഞാൻ സംസാരിക്കുന്നത് ശീലം. ഞാൻ എന്നാൽ ഞാൻ, നിങ്ങൾക്കറിയാവുന്നതാണ്. ശീലം എന്നാൽ വഴക്കം. ഞാൻ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പോവത് വഴക്കം. ഞാൻ വായിക്കുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പഠിപ്പത് വഴക്കം. ഞാൻ പഠിക്കുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ കற்றுക്കൊള്ളുന്നത് വഴക്കം. ഞാൻ പാടുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പാടുவது വഴക്കം. ഞാൻ സംസാരിക്കുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പേശുவது വഴക്കം. വളരെ എളുപ്പം തന്നെയല്ലേ? പ്രയാസമൊന്നുമില്ലല്ലോ. എളുപ്പം തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചുകൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴ് ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവാ? ഞാൻ കഴിക്കുന്നത് ശീലം, ഞാൻ കാണുന്നത് ശീലം, ഞാൻ കെട്ടുന്നത് ശീലം, ഞാൻ എഴുതുന്നത് ശീലം, ഞാൻ നടക്കുന്നത് ശീലം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ ഞാൻ, ശീലം എന്നാൽ വഴക്കം. ഞാൻ കഴിക്കുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ സാപ്പിടുவது വഴക്കം. ഞാൻ കാണുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പാർപ്പത് വഴക്കം. ഞാൻ കെട്ടുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ കെട്ടുவது വഴക്കം. ഞാൻ എഴുതുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ എഴുതുவது വഴക്കം. ഞാൻ നടക്കുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ നടപ്പത് വഴക്കം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ തമിഴിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6 വാചകങ്ങളുണ്ട്.
അവ ഏവാ? ഞാൻ പോകുന്നത് ശീലം, ഞങ്ങൾ പോകുന്നത് ശീലം, നിങ്ങൾ പോകുന്നത് ശീലം, അവൻ പോകുന്നത് ശീലം, അവൾ പോകുന്നത് ശീലം, അവർകൾ പോകുന്നത് ശീലം. ഞാൻ എന്നാൽ ഞാൻ, പോകുന്നത് ശീലം എന്നാൽ പോവത് വഴക്കം. ഞാൻ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പോവത് വഴക്കം. ഞങ്ങൾ എന്നാൽ നാങ്കൾ, പോകുന്നത് ശീലം എന്നാൽ പോവത് വഴക്കം. ഞങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ നാങ്കൾ പോവത് വഴക്കം. നിങ്ങൾ എന്നാൽ നീങ്കൾ, പോകുന്നത് ശീലം എന്നാൽ പോവത് വഴക്കം. നിങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ നീങ്കൾ പോവത് വഴക്കം. അവൻ എന്നാൽ തമിഴിലും അവൻ, പോകുന്നത് ശീലം എന്നാൽ പോവത് വഴക്കം. അവൻ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ അവൻ പോവത് വഴക്കം. അതേപോലെ അവൾ എന്നാൽ തമിഴിൽ അവൾ, പോകുന്നത് ശീലം എന്നാൽ പോവത് വഴക്കം. അവൾ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ അവൾ പോവത് വഴക്കം. അവർ എന്നാൽ തമിഴിൽ അവർകൾ, പോകുന്നത് ശീലം എന്നാൽ പോവത് വഴക്കം. അവർ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ അവർകൾ പോവത് വഴക്കം. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ ഞാൻ പോവത് വഴക്കം. ഞങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ നാങ്കൾ പോവത് വഴക്കം. നിങ്ങൾ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ നീങ്കൾ പോവത് വഴക്കം. അവൻ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ അവൻ പോവത് വഴക്കം. അവൾ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ അവൾ പോവത് വഴക്കം. അവർ പോകുന്നത് ശീലം എന്നാൽ തമിഴിൽ അവർകൾ പോവത് വഴക്കം. പ്രയാസമൊന്നുമില്ലല്ലോ, എളുപ്പം തന്നെയല്ലേ? എളുപ്പമായിട്ടുള്ളവ തന്നെയാണ്. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ വഴക്കം സൂത്രത്തിന്റെ സഹായത്തോടെ തമിഴിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്നത് നോക്കാം. അതേപോലെ വഴക്കം സൂത്രം വഴിയായി തമിഴിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ വഴക്കം സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ.